ഇത്തവണ നോമിനേഷനിൽ വന്നവർ ജാസ്മിൻ, ഗബ്രി, ജാൻമണി, യമുന, ശ്രീരേഖ, നോറ, അർജുൻ എന്നീ 7 പേരാണ്. ജാസ്മിനോട് ദേഷ്യമുള്ള പ്രേക്ഷകർ അധികമുണ്ടെങ്കിലും അവർക്ക് മോശമില്ലാത്ത ഫാൻസിൻ്റെ പിന്തുണ പുറത്തുനിന്നുമുണ്ട്. അതുകൊണ്ട് അവർ സേഫ് സോണിൽ വരാനാണ് സാധ്യത. ജാൻമണി ആദ്യമായാണ് നോമിനേഷനിൽ വരുന്നതെങ്കിലും ജാൻമണിക്ക് ഷോയിൽ തൻ്റേതായ പ്രസൻസ് കുറച്ചെങ്കിലും അറിയിക്കുവാൻ സാധിച്ചിട്ടുണ്ട്. അതുപോലെ മുമ്പ് നോമിനേഷനിൽ വന്നിട്ടും നോറ പുറത്തു പോയില്ല. ഇത്തവണയും പ്രേക്ഷകർ അവരെ സേഫ് ആക്കിയേക്കും. പിന്നെ അർജുനാണ് ഉള്ളത്. ഷോയിൽ പൊതുവെ സൈലൻ്റ് ആയിരുന്ന അർജുൻ ഇപ്പോൾ കുറച്ചൊക്കെ ആക്റ്റീവായി തുടങ്ങിയിട്ടുണ്ട്. അർജുന് പ്രേക്ഷകരുടെ വോട്ട് കിട്ടാൻ അതുകൊണ്ട് ചാൻസ് ഉണ്ട്. കൂടാതെ വളരെ നന്നായി ബിഹേവ് ചെയ്യുന്ന കണ്ടസ്റ്റൻ്റ് എന്ന ലേബൽ കൂടി അർജുനുണ്ട്. അതും അർജുന് വോട്ട് കൂട്ടുവാൻ സാധ്യത കൂട്ടുന്നു. നോമിനേഷനിലുള്ള ശ്രീരേഖ വളരെ സേഫായി ഗെയിം കളിക്കുന്ന വ്യക്തിയാണ്. അതുപോലെ തൻ്റേതായ ഒരു നിലപാടും ശ്രീരേഖയ്ക്കുണ്ട്. ഒരു പക്ഷേ അത് ആദ്യ 50 ദിവസം ശ്രീരേഖയെ ഗെയിമിൽ നിൽക്കുവാൻ സഹായിച്ചേക്കും. എന്നാൽ കാര്യമായി ഗെയിമിൽ ഒന്നും ചെയ്യാനില്ലാത്ത യമുനയ്ക്ക് കുറച്ചൊക്കെ ഫാൻ ബേസ് ഉണ്ട് എങ്കിലും ഇത്തവണ അവർ സേഫ് സോണിലാണോ എന്ന് മനസ്സിലാക്കണമെങ്കിൽ ഫൈനൽ റിസൾട്ട് വരേണ്ടി വരും. എന്നാലും 7ാമതായി നോമിനേഷനിലുള്ള വ്യക്തി ഗബ്രിയാണ്. ഗബ്രി ഹൗസിലും പുറത്തും ആകെ നെഗറ്റീവായിരിക്കുകയാണ്. ഗബ്രിയുടെ അവസ്ഥയും റിസൾട്ട് വരുമ്പോൾ മാത്രമേ പ്രെഡിക്റ്റ് ചെയ്യാനാവൂ. ഏതായാലും ഗബ്രി സേഫ് സോണിൽ ആണ് എന്ന് പറയാൻ പറ്റില്ല. അടുത്ത ആഴ്ച എവിക്ഷൻ ഇല്ലെങ്കിൽ 2 ആഴ്ചത്തെ വോട്ടിംഗ് റിസൾട്ട് വെച്ചായിരിക്കും അടുത്ത ആഴ്ച എവിക്ഷൻ നടക്കുക. എങ്കിൽ ഗബ്രിക്ക് തൻ്റെ നില മെച്ചപ്പെടുത്തുവാൻ ഇനിയും അവസരമുണ്ട്.